താലി രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ. സിദ്ധുവും ജയനുമായി ഏറെ നേരമായി സംസാരിക്കുന്നു. രമ്യയും ദേവിയും അവിടേക്ക് ചെല്ലുമ്പോൾ അവരുടെ സംസാരം നിന്നു. രണ്ടുപേരുടെയും മുഖത്ത് ഗൗരവഭാവമായിരുന്നു. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ജയ. ദേവിയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ സിദ്ധു ജയനോട് യാത്ര പറഞ്ഞു. ദേവിക്കത് കണ്ടപ്പോൾ വിഷമമായി. ദേവ് സിദ്ധുവിൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു. സിദ്ധുവേട്ടൻ എന്താ എന്നോടൊന്നും മിണ്ടാതെ പോകുന്നത്? എന്നോട് എന്തെങ്കിലും പിണക്കമുണ്ടോ? അവൻ അവളുടെ കൈവിടുവിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്കങ്ങനെ എന്തെങ്കിലും പിണക്കമുണ്ടെന്ന് നിനക്ക് തോന്നിയോ? പിന്നെ എന്തുകൊണ്ടാ ഏട്ടൻ വന്നിട്ട് എന്നോടൊന്നും മിണ്ടാതെ പോകുന്നത്? ജയ, എൻ്റെ പെങ്ങൾക്ക് ഒരേ പരാതി, ഞാൻ അവളോട് മിണ്ടുന്നില്ലെന്ന്. ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിട്ട് വരാം. സിദ്ധു ദേവിയെ തോളിൽ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. അല്പം നടന്നു കഴിഞ്ഞ് വളർന്നു പന്തലിച്ചു കിടക്കുന്ന നെല്ലിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നു. ദേവി, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നീ എന്നോട് സത്യസന്ധമായി മറുപടി പറയണം. ഈ വിവാഹം ഒരിക്കലും വേണ്ടിയിരുന്നില്ല എന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സിദ്ധുവിൻ്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് ദേവി ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഏട്ടനെന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഞാൻ പിന്നെ എങ്ങനെയാ ചോദിക്കേണ്ടത്? നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് മാസം എത്രയായി? ഇപ്പോഴും അവൻ്റെ മുഖത്ത് നിരാശാഭാവമാണ്. ആരോടും ഒന്നും തുറന്നു പറയാതെ അവൻ മനസ്സിലടക്കി വെച്ചിരിക്കുകയാണ് എല്ലാ വിഷമങ്ങളും. എന്തിനാ മോളെ നീ ഇങ്ങനെ സ്വയം ജീവിതം നശിപ്പിക്കുന്നത്? നിനക്കിനിയും അവനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലേ? ദേവി ഒന്നും മിണ്ടാതെ സിദ്ധുവിൻ്റെ മുന്നിൽ മൗനമായി നിന്നു. നിന്റെ മനസ്സിൽ നിന്നൊരിക്കലും ദേവൻ്റെ ഓർമ്മകളെ പടിയിറക്കി വിടണമെന്ന് ഞങ്ങൾ പറയില്ല. അതുപോലെ തന്നെ ജയൻ്റെ മനസ്സിലിപ്പോഴും ചിത്രയും ഉണ്ടായിരിക്കും. പക്ഷെ മരിച്ചുപോയ രണ്ടുപേർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ജയൻ എല്ലാം മറന്ന് നിന്നെ സ്നേഹിക്കാൻ തയ്യാറാണ്. പക്ഷെ നിനക്കതിന് കഴിയില്ലെങ്കിൽ പിന്നെ ഈ ജീവിതം കൊണ്ട് എന്തർത്ഥമാണുള്ളത്? ഞങ്ങൾക്ക് പറയാൻ മാത്രമേ പറ്റൂ. ജീവിക്കാനുള്ളത് നിങ്ങളാണ്. പക്ഷെ നിങ്ങൾ ഒന്നിക്കണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ച ഞങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കണ്ട് വേദനയാകരുത്. സ്വയം നീറി എന്തിനാ മറ്റുള്ളവരെ കൂടി വിഷമിപ്പിക്കുന്നത്? നിനക്ക് ജയനോട് അല്പം പോലും സ്നേഹം തോന്നിയിട്ടില്ലേ? വെട്ടിത്തുറന്നുള്ള സിദ്ധുവിൻ്റെ ചോദ്യത്തിന് ദേവി ഒന്നും മിണ്ടാതെ അവൻ്റെ അടുക്കൽ നിന്ന് ഓടി റൂമിനുള്ളിലേക്ക് പോയി. അത് കണ്ട് രമ്യയും ജയനും ഒന്നുപോലെ സ്തംഭിച്ചു നിന്നു. സിദ്ധു അകത്തേക്ക് കയറി വരുമ്പോൾ രണ്ടുപേരുടെയും നോട്ടം അവൻ്റെ മേലെയായി. എന്താ സിദ്ധുവേട്ടാ, എന്താ കാര്യം? ഒന്നുമില്ല, നമുക്ക് ഇറങ്ങാം. ജയൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് സിദ്ധു രമ്യയെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. അവർ പൊയ്ക്കഴിഞ്ഞതും ജയൻ റൂമിലെത്തി. ബെഡിൽ കിടന്ന് കരയുന്ന ദേവിയെ കണ്ടപ്പോൾ അവൻ ഒന്നും മിണ്ടാതെ അവളുടെ അടുത്തായിരുന്നു. സിദ്ധു പോയതിൻ്റെ പിന്നാലെ ഇറങ്ങിയതാണ് ജയൻ. ഇതുവരെയും തിരിച്ചു വന്നില്ല. ദേവിക്ക് ആലോചിക്കുമ്പോൾ വല്ലാത്ത ഉൾഭയം തോന്നി. ഇതുവരെ ഇത്രയും വൈകിയിട്ടില്ല, ഇന്ന് ആദ്യമായാണ്. ആലോചനയോടെ അവൾ ബെഡ്റൂമിൻ്റെ വാതിൽ തുറന്നിട്ട് മോളെ കാണത്തക്ക വിധത്തിൽ ഹോളിൽ തന്നെ ഇരുന്നു. ഏകദേശം 12 മണിയായപ്പോൾ ജയൻ വന്നു. അവൻ്റെ മുഖവും കലങ്ങിയ കണ്ണും കണ്ടപ്പോൾ തന്നെ ദേവിക്ക് മനസ്സിലായി കുടിച്ചിട്ടുണ്ടെന്ന്. ആദ്യമായിട്ടായിരുന്നു ജയൻ ഇങ്ങനെ ഒരു ഭാവത്തിൽ വീട്ടിലേക്ക് വരുന്നത്. ഭക്ഷണം എടുത്ത് വെക്കട്ടെ കുട്ടേട്ടന്? വേണ്ടടോ, ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. റൂമിലേക്ക് കയറിപ്പോയി ഡ്രസ്സ് പോലും മാറാതെ അവൻ ദിവാൻകോട്ടിൽ കയറി കിടന്നു. ഇപ്പോൾ കുറേ നാളായി ഒരുമിച്ച് ബെഡിലാണ് കിടക്കുന്നത്. പിന്നെന്താ ഇന്ന് ഇങ്ങനെ? ദേവി ആലോചനയോടുകൂടി ബെഡിലിരുന്നു. അപ്പോഴാണ് ഉച്ചയ്ക്ക് സിദ്ധു പറഞ്ഞ കാര്യങ്ങൾ അവളുടെ ഓർമ്മയിലെത്തിയത്. ദേവിക്ക് വല്ലാത്ത വിഷമം തോന്നി. അവൾക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. ദേവിയുടെ നേർത്ത തേങ്ങലുകൾ കേട്ടുകൊണ്ടാണ് ജയൻ എഴുന്നേറ്റത്. അവൻ ബെഡിൽ വന്നിരുന്നു. അവളുടെ കരച്ചിലിൻ്റെ ആക്കം കുറയുന്നില്ല എന്ന് കണ്ടതും തോളിൽ പതിയെ കൈവച്ചു. ദേവി എഴുന്നേറ്റിരുന്നു. എന്താ ദേവി, എന്താ നിന്റെ പ്രശ്നം? ദേവി ജയൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. ഞാൻ കുട്ടേട്ടനെ സ്നേഹിക്കുന്നില്ലെന്ന് എപ്പോഴെങ്കിലും തോന്നിയോ? എൻ്റെ മനസ്സിൽ കുട്ടേട്ടനോട് സ്നേഹമാണ്. പക്ഷെ അത് എത്രത്തോളം ഉണ്ടെന്നോ എങ്ങനെയുള്ളതാണെന്നോ എന്നൊന്നും എനിക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ദേവി, നീ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്ക്. ജയൻ പറയുമ്പോൾ നോക്കാതിരിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി ദേവി ജയനെ നോക്കി. എന്നെ സ്നേഹിക്കാൻ നിനക്കിപ്പോഴും കഴിയുന്നില്ലേ മോളെ? അവൻ്റെ ശബ്ദത്തിൽ അത്രയും വേദന നിറഞ്ഞു. കുട്ടേട്ടനെ എനിക്കിഷ്ടമാണ്. ഇന്ന് ജയേട്ടനും മോൾക്കും വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് പോലും. പക്ഷേ എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടതെന്ന്. കുട്ടേട്ടനെ സ്നേഹിക്കുമ്പോൾ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ കഴിയാതെ
ഞാൻ തോറ്റുപോകുമോ എന്ന് എനിക്ക് പേടി തോന്നുന്നു. എന്തോ ഒന്നെന്നെ പിന്നിലേക്ക് വലിക്കുന്നു. അതൊക്കെ നിന്റെ മനസ്സിലെ ഭയമാണ് ദേവി. നീ ഇവിടെ വീർപ്പ് മുട്ടിയില്ലെങ്കിൽ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുപോയി വിടാം. നീ മോളെയും കൊണ്ടുപോയിക്കോ. ഓക്കെ ആകുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ വന്ന് കൂട്ടിക്കൊള്ളാം. എൻ്റെ സാമീപ്യം ചിലപ്പോൾ നിനക്ക് അസ്വസ്ഥതയുളവാക്കും. എന്നെ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയിലേക്ക് നീ മാറും. അതെനിക്ക് സങ്കടമാണ് ദേവി. ദേവി പൊട്ടിക്കരച്ചിലോടെ ജയൻ്റെ മാറിലേക്ക് വീണു. എന്നെ പറഞ്ഞു വിടല്ലേ കുട്ടേട്ടാ, ഞാൻ പോവില്ല. എനിക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ഈ സാമീപ്യമില്ലാതെ എനിക്ക് പറ്റില്ല. അത്രമാത്രം എനിക്ക് ഇഷ്ടമാണ്. ഇനി ഇങ്ങനെ പറയല്ലേ കുട്ടേട്ടാ. ദേവിക്ക് നിങ്ങൾ രണ്ടുപേരും ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ മാറിൽ മുഖമിട്ടുരസുമ്പോൾ ജയൻ അവളെ വാരി പുണർന്നു. എത്ര നേരം അങ്ങനെ ഇരുന്നെന്ന് രണ്ടു പേർക്കും അറിയില്ല. ജയൻ അവളെ ബെഡിൽ കിടത്തി അവളുടെ മുഖം മുഴുവൻ ചുംബിച്ചു. കഴുത്തിടുക്കിൽ മുഖം ചേർക്കുമ്പോൾ ദേവി പൊള്ളി പിടഞ്ഞുപോയി. കണ്ണു നിറഞ്ഞ് ചാല് തീർത്ത് കാഴ്ചയെ മറച്ചു. ജയൻ്റെ മുഖത്ത് ദേവിയുടെ കണ്ണുനീർ വീണു. സോറി ദേവി. ദേവൻ പിടഞ്ഞു മാറി. ദേവി എഴുന്നേറ്റ് ജയൻ്റെ അടുത്തിരുന്ന് അവൻ്റെ കയ്യിൽ മുഖം ചേർത്ത് വെച്ചു. ഇനി കുട്ടേട്ടൻ ഇതുപോലെ കുടിച്ചുകൊണ്ട് വരരുത്. ഇല്ല, നേരെ ഒരുപാടായി. നീ കിടന്നോ. കുട്ടേട്ടൻ കിടക്കുന്നില്ലേ? ഇല്ല, ഞാൻ കുറച്ച് കഴിഞ്ഞ് കിടക്കാം. ഞാനും അപ്പോൾ കിടന്നോളാം. ഞാൻ മുഷിഞ്ഞിരിക്കുവാണ്. സാരമില്ല കുട്ടേട്ടാ, എനിക്കിഷ്ടമാണ്. ജയൻ അവളെ നോക്കി. ദേവി മുഖം താഴ്ത്തി. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി പിടയ്ക്കുന്ന അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ചുവന്നിരിക്കുന്ന മൂക്കിൻ തുമ്പും വിയർപ്പ് പൊടിഞ്ഞ ചുണ്ടും. ജയൻ വിരലുകൊണ്ട് അവളുടെ ചുണ്ടിൽ പതിയെ തലോടി. ദേവി പെട്ടെന്ന് പിന്നിലേക്ക് നീങ്ങി. ജയൻ കൈ പിൻവലിച്ചു. ദേവി ആ കയ്യിൽ കയറി പിടിച്ചു. ഞാനൊന്ന് ചുംബിച്ചോട്ടെ? ദേവി ഒന്ന് മൂളി. ജയൻ ഒന്നുകൂടി നോക്കുമ്പോൾ അവൾ കണ്ണുകൾ പതിയെ അടച്ചു. ജയൻ ദേവിയുടെ ചുണ്ടിൽ ചുണ്ടു ചേർത്തു. അവൾ ഒന്ന് പിടഞ്ഞ് കൈകൾ ബെഡിൽ അമർത്തിപ്പിടിച്ചു. ജയൻ അവളുടെ തല പിന്നിലാക്കി അവളുടെ ചുണ്ടിൽ മാറി മാറി ഉമ്മ വെച്ചു. തന്നിൽ വികാരങ്ങൾ വന്ന് നിറയുന്നത് ദേവി അറിഞ്ഞു. മഴകാത്ത് കഴിയുന്ന വേഴാമ്പലായി ദേവി. ശരീരം കോരിത്തരിക്കുന്നു. ജയൻ പകരുന്ന ചുംബനത്തിൽ. തടയണമെന്നുണ്ട്, പക്ഷെ വിവേകം വികാരത്തിന് വഴിമാറുന്നു. ശരീരം തളർന്ന് ഭാരമില്ലാതെ അപ്പുപ്പന്താടി പോലെയായി. എതിർക്കാൻ കഴിയുന്നില്ല. ജയൻ അവളുടെ മുഖം മുഴുവനും ചുണ്ടു ചേർത്തു. ചുണ്ടിൽ നിന്ന് മാറി കഴുത്തിൽ ചുണ്ടു ചേർത്തു. അവിടെ നിന്ന് മാറിലേക്ക് മുഖം ചേർത്തതും പെട്ടെന്ന് ബോധം വന്നതുപോലെ അവളിൽ നിന്നും ഉയർന്നു മുഖം മാറ്റി. അവളെ വിട്ട് ജയൻ തിരിഞ്ഞിരുന്നു. അവളുടെ മുഖത്ത് നോക്കാൻ പോലും ജയന് ജാള്യത തോന്നി. ദേവിക്ക് ജവയ്യൻ്റെ അവസ്ഥ മനസ്സിലായി. അവൾ അവൻ്റെ കയ്യിൽ കൊരുത്ത് പിടിച്ച് മുഖം കയ്യിൽ ചേർത്ത് വെച്ചു. സോറി മോളെ, ഞാൻ. ദേവി അവൻ്റെ വായ പൊതിഞ്ഞു പിടിച്ചു. എന്നോട് എന്തിനാ കുട്ടേട്ടാ സോറി? ഞാൻ കുട്ടേട്ടൻ്റെ അല്ലേ? ആണോ? എൻ്റെ ആണോ? പിന്നെ അല്ലേ? അല്ലാത്തത് കൊണ്ടാണോ എന്നെ ഉമ്മ വെച്ചത്? അത് ഞാൻ ഉമ്മ വയ്ക്കാൻ പറഞ്ഞിട്ടല്ലേ? അവളതിനെ ചിരിച്ചു. മതി, ഇനി ഈ ചിരി മുഖത്ത് എപ്പോഴും കണ്ടാൽ മതി. കുട്ടേട്ടൻ ഇനി കുടിക്കരുത്. കുടിക്കുമോ? ജയൻ്റെ മുഖത്തേക്ക് നോക്കി ദേവി ചോദിച്ചു. എൻ്റെ ദേവിയെ, ഞാനൊരു കുടിയനൊന്നുമല്ല. പിന്നെ ഇന്ന് മനസ്സിന് ഒരുപാട് വിഷമം തോന്നി. ആദ്യമായിട്ടാണ് ഞാൻ മദ്യപിക്കുന്നത്. ഞാൻ കാരണമല്ലേ കുട്ടേട്ടൻ? കണ്ണ് നിറഞ്ഞു ദേവിയുടെ. അതിനും കണ്ണ് നിറയ്ക്കണോ ദേവി? പിന്നെ അല്ലാണ്ട്. ഇനി ആവർത്തിക്കില്ല. ഇങ്ങനെ ഇരുന്നാൽ മതിയോ? കിടക്കണ്ടേ? നേരെ ഒരുപാടായി. വേണം. ജയൻ അവളെയും ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങി. രാവിലെ ഉണരുമ്പോൾ ദേവി അവൻ്റെ നെഞ്ചിൽ പറ്റി ചേർന്ന് കിടക്കുന്നു. അടുത്തായി മാതുമോള് ഉറക്കമാണ്. അവളുടെ മുഖം നേരെ വെച്ച് നെറുകയിൽ വാത്സല്യത്തോടെ ചുണ്ടു ചേർത്തു. എൻ്റെ ഭാഗ്യമാണ് പെണ്ണെ നിന്നെ കിട്ടിയത്. പെണ്ണൊന്നു കുറുകിക്കൊണ്ട് അവനോട് ചേർന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് ജയനും അല്പനേരം കൂടി കിടന്നു. ദേവി എഴുന്നേൽക്കുമ്പോൾ നേരം നന്നേ വൈകി. ക്ലോക്കിൽ നോക്കുമ്പോൾ സമയം 8 മണി. അയ്യോ, സമയം ഇത്രയായോ? കുട്ടേട്ടൻ എന്ത് പണിയായി കാണിച്ചത്? എന്നെ എന്താ വിളിക്കാത്തത്? നേരം ഒരുപാടായി. ഇനിയിപ്പോൾ അമ്മയുടെ മുഖത്ത് എങ്ങനെ നോക്കും? താനിത്തിരി ഉറങ്ങിപ്പോയതും സമയവും തമ്മിൽ എന്ത് ബന്ധം? കുട്ടേട്ടനൊന്ന് പോകുന്നുണ്ടോ വെറുതെ? അവനെ തള്ളി മാറ്റിയവൾ വാഷ്റൂമിലേക്ക് പോയി. ദത്തൻ്റെ തോളിൽ ചാരി അവശതയോടുകൂടി അമ്മ ഇരുന്നു. കോളേജിൽ നിന്നും വിളിച്ചു പറഞ്ഞതനുസരിച്ചാണ് ദത്തൻ അവിടേക്ക് ചെന്നത്. അപ്പോഴേക്കുമുണ്ട് സ്റ്റാഫ് റൂമിൽ വാടി കുഴഞ്ഞു കിടക്കുന്ന പെണ്ണ്. പിന്നെ നേരെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ
കൊണ്ടുവരികയായിരുന്നു. അമ്മു, നിന്റെ കുട്ടികളെ ഇതോടുകൂടി മാറ്റിവെച്ചോ. നീ കുറച്ച് ദിവസമായി നേരെ ചൊവ്വേ ഭക്ഷണം കഴിക്കുന്നില്ല. എത്ര പറഞ്ഞാലും ഒന്നും കേൾക്കില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ വന്ന നേരം മുതൽ അവളെ ചീത്ത പറയുന്ന തിരക്കിലാണ് ദത്തൻ. പെണ്ണിന് മറുപടി പറയാൻ വയ്യ, അത്രയ്ക്ക് ക്ഷീണമാണ്. അല്ലെങ്കിൽ കണ്ടവരുടെ നാക്കുകൂടി കടം വാങ്ങി തിരിച്ചു പറയുന്ന മുതലാണ്. അനാമിക ദത്തൻ. നഴ്സ് വിളിക്കുമ്പോൾ ദത്തൻ അമ്മുവിനെയും കൊണ്ട് നേരെ ക്യാബിനുള്ളിലേക്ക് പോയി. ഇരിക്കൂ. ഡോക്ടർ ഇവരുടെയും മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. സന്തോഷിക്കാനുള്ള വകയുണ്ട്. അനാമിക കൺസീവാണ്. കൺഗ്രാസ് ദത്തൻ. 2 months ആയി. പക്ഷേ ആൾ വീക്കാണ്. ട്രിപ്പ് ഇടണം. അത് കഴിഞ്ഞതിന് ശേഷം പോകാം. നല്ല ക്ഷീണമുണ്ട്. ദത്തൻ അമ്മുവിനെ നോക്കി. സോറി മോളെ, ഇതായിരുന്നു നിന്റെ ക്ഷീണവും ഭക്ഷണം വേണ്ടാത്തത് എന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. 2 പേരും കൂടി നഴ്സിംഗ് റൂമിലേക്ക് ചെന്നാൽ മതി. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ട്രിപ്പ് ഇട്ടു. ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം വീട്ടിൽ പോകാം. അമ്മുവിനെ ഡ്രസ്സ് ഇടിപ്പിച്ച് കിടത്തിയപ്പോൾ തന്നെ ദത്തൻ വിവരം ഭവാനിയമ്മയെയും ഹരിയെയും വിളിച്ചറിയിച്ചു. അമ്മുവിനെ ട്രിപ്പിട്ട് കിടത്തിയപ്പോൾ തന്നെ ദത്തൻ വിവരം ഭവാനി അമ്മയെയും ഹരിയെയും വിളിച്ചറിയിച്ചു. സിദ്ധുവിനെയും ജയനെയും വിളിക്കാൻ മറന്നില്ല. കേട്ട പാതി കേൾക്കാത്ത പാതി ജയൻ നേരെ വീട്ടിലേക്ക് വച്ചു പിടിച്ചു. പതിവില്ലാത്ത നേരത്തെ ജയൻ വരുന്നത് കണ്ട് ദേവി അന്തിച്ചു. എന്നാൽ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ മനസ്സിലായി എന്തോ കാര്യമുണ്ടെന്ന്. മോളെവിടെ? ഇപ്പോൾ കുളിപ്പിച്ചുറക്കിയതേ ഉള്ളൂ. കുട്ടേട്ടൻ എന്താ ഇന്ന് നേരത്തെ? ഒരു സന്തോഷ വിവരം പറയാനുണ്ട്. താൻ വേഗം റെഡിയായി ഇറങ്ങുക. നമുക്ക് ഹോസ്പിറ്റൽ വരെ പോകാം. എന്താ കുട്ടേട്ടാ, എന്ത് പറ്റി? ആർക്കെങ്കിലും വയ്യായ്മ എന്തെങ്കിലും ഉണ്ടോ? അതൊന്നും ഇല്ലടോ. അമ്മു ക്യാരിയിങ് ആണ്. ദത്തം വിളിച്ചു പറഞ്ഞിരുന്നു. ആണോ? അമ്മുക്കുട്ടി പ്രഗ്നൻ്റ് ആണോ? സന്തോഷം കൊണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു. പെട്ടെന്ന് റൂമിലേക്ക് ഓടിപ്പോയി. കതകിൻ്റെ മറവിൽ ചാരി നിന്ന് കരയുന്നവളെ ജയൻ മുന്നിലേക്ക് പിടിച്ചു നിർത്തി. ഇപ്പോൾ കരച്ചിൽ എന്തിനാണെന്ന് എനിക്ക് കൂടി പറഞ്ഞു തരുമോ ദേവിയെ? ദേവേട്ടൻ്റെ ആഗ്രഹമായിരുന്നു അമ്മുവിൻ്റെ വിവാഹവും അവളുടെ കുഞ്ഞിനെ ഓമനിക്കുന്നതുമെല്ലാം. പക്ഷെ അതൊന്നും കാണാൻ എൻ്റെ ദേവേട്ടൻ ഇല്ലാതെ പോയല്ലോ. അവളുടെ കൈപിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് അവളെ ചേർത്ത് പിടിച്ചു ജയൻ. അപ്പോൾ പിന്നെ ഞാൻ ആരാ ദേവിയെ? ദേവൻ ചെയ്യാൻ ആഗ്രഹിച്ചതൊക്കെ അവൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ചെയ്യില്ലേടി. അത് കേട്ടപ്പോൾ എല്ലാം മറന്ന് അവൾ ആ മാറിൽ തലചേർത്ത് വെച്ചു. അവൻ്റെ കൈ അവളെയും ചുറ്റി വരിഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ.